നല്ല രസമുണ്ടല്ലേ? അയ്യോ എന്നെ വിട്. വീട്. അയ്യോ അയ്യോ കുളിക്കേണ്ടത് കുളിക്ക്. ഞാനിപ്പോ മുങ്ങിച്ചാവും. അയ്യോ പിടിക്കാണ്. അയ്യോ വെൽക്കം വിക്കി ബോസ്. വെൽക്കം സിദ്ധാർത്ഥ് സാർ. എടോ പൊട്ടാ, തനിക്ക് സ്വിമ്മിംഗ് അറിയോ? ഞാനൊരു ആലപ്പുഴക്കാരനല്ലേ, എനിക്ക് നീന്താൻ അറിയാം. നീന്താൻ അറിയില്ലാത്ത പോലെ നീ അഭിനയിച്ചത് വെറുതെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതല്ലേ. നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ഈ ഡ്രാമ കളിച്ചോണ്ടാ നിങ്ങൾ വെട്ടത്. വെരി ഗുഡ്. താൻ അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി സുമേഷ്. കർമ്മ എന്ന് പറഞ്ഞ ഇതാ, എന്ത് ചെയ്താലും നമുക്കതിന് തിരിച്ചു കിട്ടിയിരിക്കും. ഇത് എന്റെ ഐഡിയ അല്ല മേഡം. എന്നോട് ഇങ്ങനെ കൂവി വിളിച്ച് ഇവരും കൂടെ വെള്ളത്തിൽ ഇറക്കാൻ പറഞ്ഞത് ബോസാ. അളിയ, നമുക്കൊരു പണി എന്നിട്ട് ഈ പൊട്ടന് വെറുതെ വിടുന്നത് ശരിയാണോ? മുക്കിക്കോ മുക്കിക്കോ. ബോസേ പഠിക്കേ. രക്ഷിക്കണേ ബോസ്, രക്ഷിക്കണേ. അയ്യോ അയ്യോ രക്ഷിക്കണേ. അവിടെ കിടക്കണം പൊട്ടാ. രക്ഷിക്ക ബോസേ. ഇനിയെങ്കിലും ഒന്ന് പറയൂ വേദാന്ത്, നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തിനു വേണ്ടിയെന്ന് പറയാ അച്ഛാ. ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനിൽ വെച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായോ? അയ്യോ ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഇതെന്തൊരു ചോദ്യ. ഇനി വേറൊരു സ്ഥലത്തെ കുറിച്ച് ആലോചിക്കണ്ട. എല്ലാം നല്ല രീതിയിൽ പോവായിരുന്നു. ഇവിടേക്ക് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് ഈ കാര്യം തോന്നിയതായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാതെ മിണ്ടാതിരുന്നത്. ഇനി അച്ഛൻ എന്താ ഇതിന് പറയാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ആവുന്നു. പറയൂ അച്ഛാ, അച്ഛൻ ഇഷ്ടപ്പെട്ടോ? അമ്മോ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. വരുന്നു വെച്ചാ. ഒരു മിനിറ്റ് മോനെ, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. അമ്മു വാ മോളെ.
അച്ഛ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നീ തെറ്റായിട്ട് വിചാരിക്കരുത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാ ചോദിക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കാനും പറ്റില്ലല്ലോ. അതൊന്നും സാരമില്ല അച്ഛ. എന്താ കാര്യം പറ. വേദാന്തിന് ഇവിടെ വെച്ച് കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു തെറ്റാണെന്നും ഞാൻ പറയില്ല. കല്യാണം ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അത് നന്നായിട്ട് നടത്തണം, നല്ലൊരു സ്ഥലത്ത് വെച്ച് നടത്തണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതല്ല ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാ. ഇവിടം കാണാനൊക്കെ നല്ലതാ, നല്ല ഭംഗിയുണ്ട്, വലിയ ബഹളങ്ങളും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കല്യാണം നടത്താനുള്ള ശേഷി എനിക്കില്ല മോളെ. ഇതിന് വാടക കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വെച്ച് കല്യാണം നടത്തണമെന്ന് വേദാന്ത് നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല അച്ഛ, റിസോർട്ടിലേക്ക് പോണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്നോട് ഒരിക്കലും ഇവിടെ വെച്ച് കല്യാണം നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അമ്മോ, നമ്മുടെ സാഹചര്യങ്ങൾ നിനക്കറിയാലോ മോളെ. ആരത്തിയുടെ കല്യാണം നടത്തിയ കടമൊന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ കാശ് മുടക്കി ഇനിയൊരു കല്യാണം നടത്താൻ കഴിയില്ല. നന്നായിട്ട് തന്നെ കല്യാണം നടത്തണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അത് സത്യം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നോട് ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തടയാൻ പറ്റുമായിരുന്നു. പക്ഷെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഒന്നും പറയാതെ കൊണ്ടുവന്നേ. വേദാന്തനോട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നീയാ മോളെ. അതെ അച്ഛ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. ഇതൊക്കെ പറയാതെ തന്നെ അവനും അറിയുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. അതിന് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിക്കണമായിരുന്നോ? അതുകൊണ്ട് എനിക്കും ചെറിയൊരു നാണക്കേടുണ്ട്. നാണക്കേട് വിചാരിക്കണ്ട, നമ്മുടെ അവസ്ഥ അങ്ങനെയല്ലേ. കല്യാണം ഇത്ര കെങ്കേമമായിട്ട് ആഘോഷിക്കാൻ നിന്ന കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാവും. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അച്ഛനൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഞാൻ തന്നെ വേദാന്തനോട് പറഞ്ഞോളാം. കല്യാണത്തിന് മുതിർന്നവരുടെ അനുഗ്രഹം വേണ്ടത്, അതല്ലാതെ ഈ ആഡംബരവും അലങ്കാരവും ഒന്നും അല്ല വേണ്ടത്. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞാൻ വേദാന്തനോട് പറയാം. സിദ്ധാർത്ഥ്, ഞാൻ അച്ഛനോട് ഈ സ്ഥലം ഇഷ്ടമായെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അതിനെന്തിനാ അമൂല്യം കൂട്ടി പുറത്തേക്ക് പോയേ? അവരെന്തായിരിക്കും സംസാരിക്കുന്നത്? ശരിയാ, എനിക്കും അതെന്തിനാന്ന് മനസ്സിലായില്ല ഏട്ടാ. എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം ചെറിയച്ചനോട് ആദ്യമേ പറയണമായിരുന്നു എന്നാ. സിദ്ധാർത്ഥ്, ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ അച്ഛനെയും അമൂല്യൊക്കെ ഒന്നും പറയാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ ചെറിയച്ചനൊന്ന് ഹെസിറ്റേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ചെറിയച്ചൻ അമ്മുവിനോട് ഇക്കാര്യം തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ കല്യാണം നടത്തുന്നതിന് അച്ഛൻ എന്തിനാ ഹെസിറ്റേറ്റ് ആവുന്നളിയാ? ഇതൊരു വലിയ റിസോർട്ടല്ലേ. ഇവിടെ വെച്ച് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആ ആംഗിളിൽ നിന്ന് നോക്കുവാണെങ്കിൽ അളിയൻ പറഞ്ഞത് ശരിയായിരിക്കും ചേട്ടാ.
ഭാരതിയുടെ കല്യാണം നടത്തിയിട്ട് അച്ഛൻ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പാടില്ലല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ ഈ റിസോർട്ടിലേക്ക് വന്ന് ഇവിടെ വെച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്ന് ചിന്തിക്കായിരിക്കും. വിഷയം അതാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആ സ്ഥലം അവർക്ക് ഇഷ്ടമായോ എന്ന് അറിയുക. അല്ലാതെ കാശിനെ പറ്റി ആലോചിച്ച് അവരൊന്നും ടെൻഷൻ ആവണ്ട. അവരമൂല്യ സ്നേഹത്തോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച മാത്രം മതി. കല്യാണത്തിന്റെ മുഴുവൻ ചെലവും ഞാനാ നോക്കുന്നത്. അവരമൂല്യ സ്നേഹത്തോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച മാത്രം മതി. കല്യാണത്തിന്റെ മുഴുവൻ ചെലവും ഞാനാ നോക്കുന്നത്. കാശിന്റെ കാര്യം ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. ബോസ് അല്ലെങ്കിലും അടിപൊളിയാ. ബോസ് ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. എക്സലന്റ് ചേട്ടാ. മിഡിൽ ക്ലാസ്സിൽ നിന്ന് പെണ്ണ് കിട്ടുന്നവർക്ക് ഇതുപോലൊരു മരുമോനെ വേണ്ടത്. അവരുടെ തലവേദനയെങ്കിലും കുറയുമല്ലോ. കല്യാണ ചെലവുകൾ ഇത്തിരി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. കല്യാണം നടക്കുന്നത് ഇവിടെ വെച്ചാണെങ്കിൽ ഒരുപാട് ആളുകൾ വരുമെന്നുള്ള കാര്യം ഉറപ്പായി. കല്യാണ ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയി ഒരുപാട് സമയം വേണ്ടി വരും. ബോസ് അല്ലെങ്കിൽ തന്നെ ബിസിനസ്മാനാ. അപ്പൊ ഇത്രയും കാശ് കൊടുത്ത് ഈ സ്ഥലം എടുത്തിട്ട് ഒരു കല്യാണം മാത്രം നടത്തിയാൽ അത് നഷ്ടമല്ലേ ബോസ്? എന്താണോ ചിരിക്കുന്നേ? കല്യാണത്തിന് വേറെ എന്ത് ലാഭം ഉണ്ടാക്കാനാ? ഉണ്ടാകും മിക്കി ബോസ്, ഉണ്ടാകും. കാശിന്റെ കാര്യത്തിൽ ലാഭം നോക്കിയേ പറ്റൂ. ഒരു പന്തലിൽ തന്നെ 2 കല്യാണം നടത്തിയാൽ ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ കിട്ടുമല്ലോ. ഒന്നിനൊന്ന് ഫ്രീയോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ ഉണ്ടല്ലോ ബോസേ. ഈ വാഴ നനയുമ്പോ ചീരയും നനയുന്നത് നല്ലതാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കല്യാണത്തിന്റെ കൂടെ മറ്റൊരു കല്യാണം കൂടെ നടത്തുന്നതല്ലേ നല്ലത്? പിന്നെ അലങ്കാരങ്ങളും ഫുഡും ഒക്കെ 2 കല്യാണത്തിന് ഒരുപോലെ നടന്നോളും. ഒരു വെടിക്ക് 2 പക്ഷി ചത്ത് വീഴുമല്ലേ? എടോ സുമേഷേ, താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് തനിക്ക് തന്നെ അറിയില്ല. ഏതോ ചീരയുടെ കാര്യം പറഞ്ഞില്ലേ? അത് ഏത് ചീരയാ? ആ ചീര ഞാനാണ് മിക്കി ബോസ്.